അപ്പോഴേ ഇന്ന് നമുക്കൊരു ചിക്കൻ പരട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈസിയാണ്. നമ്മൾക്ക് പെട്ടെന്ന് ചിക്കൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിലാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യേണ്ട ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് അതിലേക്ക് നമ്മളുടെ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കറിക്കാണെങ്കിലും എല്ലാറ്റിനും കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്താൽ പിന്നെ അധികം വഴറ്റണമെന്നില്ല. നമുക്ക് വേഗം തന്നെ ചിക്കനൊക്കെ ഇടാം കേട്ടോ, പൊടികളൊക്കെ ഇട്ടിട്ട്. കാരണം ചിക്കൻ ഒരുപാട് സമയം വഴറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ പരട്ടല്ലേ, അതുകൊണ്ട് തക്കാളി വേവാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇടുമ്പോൾ 3 സ്പൂണായിട്ട് തോന്നും, പക്ഷേ അതിൽ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്പൂണിൽ. അതുകൊണ്ടാണ് പാകത്തിന് 2 സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ പൊടികൾ ഇട്ടതുണ്ടല്ലോ, അതിനൊരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഇതിന്. എന്ത് നോൺ ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും, മീൻകറി ഉണ്ടാക്കുകയാണെങ്കിലും, ഇനി അഥവാ കടലക്കറി, അങ്ങനെ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും കേട്ടോ. എന്ത് തീർന്നാലും ഞാൻ അത് എപ്പോഴും തീരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും അത് വാങ്ങി വെക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനാണെങ്കിൽ ഞാൻ കഴുകി വെള്ളം വാർത്ത് ഫ്രീസറിൽ വെച്ച ചിക്കനാണ് കേട്ടോ. അത് പുറത്തേക്ക് എടുത്ത് വെക്കാൻ മറന്നതാണ്, പക്ഷേ ഉണ്ടാക്കാൻ സമയത്ത് ആണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച്, അതായത് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെക്കരുത്. അടച്ച് വെക്കാതെ വേവിച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചിലപ്പോൾ നന്നായി വെന്ത് ഒരു ചണ്ടി പോലെയൊക്കെ കിടക്കും, അല്ലെങ്കിൽ വേറെ ആയിട്ട് പൊടിഞ്ഞൊക്കെ പോവും. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കാതെ കുക്ക് ചെയ്യണം. അതിനാണ് രുചി കൂടുതൽ കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ, അതായത് എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ചിക്കൻ കറി കൂട്ടിയിട്ട് ഞാനങ്ങനെ ചോറൊന്നും ഉണ്ണില്ലായിരുന്നു കേട്ടോ. ചോറുണ്ണാൻ ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല. പച്ചക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും, ഇനി ചമ്മന്തി ആയാലും കുഴപ്പമില്ല, ചിക്കൻ കറി കൂട്ടി ചോറുണ്ണില്ലായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ ഒന്നുമില്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും, പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഗൾഫിൽ പോയതിന് ശേഷമാണ് ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറുണ്ണാൻ തുടങ്ങിയത് കേട്ടോ. അതായത് അവിടെ എത്രയൊക്കെ ഫ്രഷാണെന്ന് പറഞ്ഞാലും നമ്മളീ പൊന്നാനിക്കാരായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും. അപ്പോൾ എത്രയൊക്കെ ഫ്രഷാണെന്ന് പറഞ്ഞാലും അവിടുത്തെ മീനിൻ്റെ ഒരു രുചി എനിക്ക് പിടിക്കാറില്ല. അപ്പം കൂടുതലും ചിക്കൻ തന്നെയാവും കഴിക്കുക. അപ്പോൾ പിന്നെ അത് കൂട്ടി അങ്ങനെ ചോറുണ്ണാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിക്കൻ കറി കൂട്ടി ചോറൊക്കെ ഉണ്ട്, ചിക്കൻ പരട്ടോ ചിക്കൻ ഫ്രൈ മാത്രം കൂട്ടിയൊക്കെ ചോറുണ്ണും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ പരട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇടണം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കാരണം ആ മസാലയും ആ മല്ലിയിലയുടെ സ്വാദൊക്കെ അതിൽ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. കുറച്ച് നേരം അടച്ച് വയ്ക്കുമ്പോഴത്തേന് ഇതാ ചിക്കൻ പരട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ ചിക്കനിൻ്റെ മേലെ തന്നെ ഒരുപാട് മസാല ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഗ്രേവി വേണമെന്നില്ല. അപ്പോൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിലും അതിൽ നിന്നൊരു പീസ് എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഗ്രേവിയോട് കൂടി തന്നെയാണ് കിട്ടുക. അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ഈ ചിക്കൻ പരട്ട അടിപൊളിയാണ് കേട്ടോ. ചപ്പാത്തി കഴിക്കാം, പത്തിരി കഴിക്കാം, പൊറോട്ട കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അതിന് കുറച്ചും കൂടിയൊക്കെ ഗ്രേവി വേണമല്ലോ. ചപ്പാത്തി, പത്തിരി, ചോറ് ഇതെല്ലാം ഇത് കൂട്ടി കഴിക്കാം കേട്ടോ. എന്തായാലും ഞാനിന്ന് ഇത് കൂട്ടി ബ്രെഡാണ് കഴിച്ചത്. നല്ല അടിപൊളി സ്വാദായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഇതിലിട്ടിട്ടുള്ളത്, അതിനും വേറൊരു സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ പരട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.